ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിർണായകമായ നിലപാടിലേക്ക് എത്തുകയാണ്. ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടാണ് മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളുക എന്നതാണ് വരുന്ന വിവരം. ഇപ്പോൾ നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് LDF-ലെ ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഈ പൊതു തീരുമാനം എന്ന നിലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. യുവതീ പ്രവേശനത്തിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാർ ഉചിതമായ മറുപടി കോടതിക്ക് നൽകും എന്നതാണ് ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. 7 ചോദ്യങ്ങൾക്കാണ് സുപ്രീം കോടതിയിൽ സർക്കാർ മറുപടി നൽകേണ്ടത്. അതിൽ യുവതീ പ്രവേശനം വേണമോ എന്ന ഒരു ചോദ്യമില്ല എന്നത് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശ്വാസികളുടെ വികാരം CPM എല്ലാ കാലത്തും മാനിച്ചിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളിൽ കോടതികളല്ല തീരുമാനമെടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിക്കണം എന്നതാണ് MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. അത് നേരത്തെയുള്ള നിലപാടാണ് എന്നതുകൂടി അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും ഇപ്പോൾ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ ഈ തീരുമാനമുണ്ടാകും, അത് പിന്നീട് കോടതിയെ അറിയിക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. MV ഗോവിന്ദന്റെ പ്രതികരണം ഒന്ന് നമുക്ക് കാണാം. അദ്ദേഹം വിശ്വാസികൾക്കൊപ്പം എന്നത് ആവർത്തിച്ച് പറയുകയാണ് ചെയ്തത്. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട് ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നം മാത്രമല്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതികൾക്ക് അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെന്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. കാര്യങ്ങൾ ആചാര്യന്മാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന മുൻ നിലപാടാണ് ഇപ്പോഴും എന്ന് പറയുന്നു. അപ്പോൾ പോലും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്താൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനമുണ്ടാകും. അത് നാളെ കോടതിയെ അറിയിക്കും. നാളത്തെ 14-ന് മുൻപ് കോടതിയിൽ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കുക എന്നതായിരുന്നു നേരത്തെ കോടതി ഈ വിഷയത്തിൽ നൽകിയിരുന്ന നിർദ്ദേശം. ഏപ്രിൽ 7-നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ സുപ്രീം കോടതിയിൽ തുടങ്ങുക. ഇപ്പോൾ VV അരുൺ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. VV അരുൺ, നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയമാണ്. അതിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്നതാണോ മനസ്സിലാകുന്നത്? സർക്കാരിന് കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചേ മതിയാകൂ. ശബരിമല യുവതീ പ്രവേശനത്തിൽ നേരത്തെ സുപ്രീം കോടതി സർക്കാരുടെ നിലപാട് യുവതീ പ്രവേശനമാകാം എന്നുള്ളത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയാണ് VS സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. ഏതായാലും ആ ഒരു സത്യവാങ്മൂലം സർക്കാർ അതിന് ഉറച്ചു നിൽക്കില്ല. പകരം ആ സത്യവാങ്മൂലത്തിൽ നൽകിയ ഒരു ഭാഗമുണ്ട്, ഒരു ശുപാർശ, സർക്കാരിന്റേതായ ഒരു നിർദ്ദേശമുണ്ട്. അത് ഇങ്ങനെയാണ്: ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹിക പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷൻ നിയോഗിക്കണം. അതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഈ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള ആളുകൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, ഇവർ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന നിലപാട് MV ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്ന കാരണം അതാണ്. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഭരണഘടനയും അല്ലെങ്കിൽ ലിംഗസമത്വം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല തീരുമാനിക്കേണ്ടത്. അവിടെ ഈ ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകൾ, അഴിമതിരഹിത പ്രതിച്ഛായയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുടെ കൂടി അഭിപ്രായം കേൾക്കണം. അവരുടെ കമ്മീഷൻ നിയോഗിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇതാകും ഒരുപക്ഷെ സർക്കാർ ആവശ്യപ്പെടാൻ പോകുന്നത്. വിശ്വാസ സമൂഹത്തിന്റെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ താൽപര്യങ്ങൾ ബാലൻസ് ചെയ്തുള്ള സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നിയമമന്ത്രി അടക്കമുള്ളവരുടെ ഒരു നിലപാട്. അതാണ് അവർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് CPM സെക്രട്ടറിയിൽ അത്തരമൊരു നിലപാട് വന്നത്. വിശ്വാസ സംരക്ഷണത്തെ മാനിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് സർക്കാർ പോകും. നേരത്തെയുള്ള ഈ യുവതീ പ്രവേശനമാകാമെന്ന നിലപാട് അതേപടി സർക്കാർ ആവർത്തിക്കില്ല. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നേരത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ എടുത്തത് ഈ വിധി തന്നെ പുനഃപരിശോധിക്കണമെന്നുള്ളതാണ്. സർക്കാർ നേരിട്ട് വിധി പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടേക്കില്ല. പകരം ഈ വിശ്വാസ സംരക്ഷണം, അതായത് ഭരണഘടനാപരമായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ, അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ
തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം തേടണം. അവരുടെ അടങ്ങുന്ന ഒരു കമ്മീഷൻ നിയോഗിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട ശേഷം തീരുമാനത്തിലെത്തുകയോ ചെയ്യണമെന്നൊരു നിലപാടാകും സർക്കാർ സ്വീകരിക്കുക. നേരത്തെയുള്ള യുവതീ പ്രവേശനം അനുകൂലിച്ചുകൊണ്ടുള്ള വലിയ തിരിച്ചടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്ക് CPM-ന് സർക്കാരിനുണ്ടാക്കിയ 2018 സുപ്രീം കോടതി വിധി അതേപടി അനുസരിച്ചുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ പോകില്ല. അവിടെ നിന്ന് സർക്കാർ യൂട്ടേൺ എടുക്കും. പകരം കൃത്യമായ ഒരു ഉത്തരം പറയാതെ കോടതിയുടെ വിധിയെ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇതിൽ വളരെ ശ്രദ്ധാപൂർവമുള്ള ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ സർക്കാർ നീങ്ങുന്നു. എന്തായാലും യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്ന നിലപാടുണ്ടാകില്ല എന്നതാണ് VV അരുൺ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.